ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ പുറത്തിറങ്ങി കേട്ടോ. ഞാൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം എൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാകാതിരുന്നത്. അപ്പോൾ ഇന്ന് നല്ല വെയിലാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ഉണ്ട്. അപ്പം നേരെ പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം നേരെ ഇവിടെ അടുത്തുള്ള ഒരു മോറിസണിൽ ചെന്നപ്പോഴത്തേക്കും നല്ല ചെടികൾ വലിയ കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് കിട്ടി. ഇന്ന് ഞങ്ങൾ മേടിച്ചത് നമ്മുടെ നാട്ടിലത്തെ ജമന്തിയാണ് കേട്ടോ. ജമന്തി നല്ല മുട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ശരിക്കും നാട്ടിലെ ആ ജമന്തിയുടെ നല്ല മണമുണ്ട് കേട്ടോ. സാധാരണ ഇവിടുത്തെ പൂക്കൾക്കോ അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ മണം കുറവാണ്. ചില റോസകളും പിന്നെ ജമന്തി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വലിയ സ്മെല്ലൊന്നുമില്ല. അപ്പോൾ ഇന്ന് മേടിച്ച ജമന്തിക്ക് സാധാരണ എപ്പം മേടിച്ചാലും നല്ല മണമുള്ള കേട്ടോ. അപ്പോൾ നല്ല ഒരു ജമന്തി മൂന്ന് ഇതാണ് ബാസ്ക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. ആ ചെടി നടന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഈ ഏരിയ നമുക്ക് ചെടി നടാം. വീട് മേടിച്ചപ്പോഴത്തേക്ക് ഈ ഏരിയ നമുക്ക് ചെടി നടാൻ വേണ്ടി അവർ നേരത്തെ ഇതിന് മുന്നേ താമസിച്ച ആൾക്കാർ ചെടി നട്ടുകൊണ്ടിരുന്ന ഏരിയയാണ്. ബാക്കിയെല്ലാം കല്ലാണ് കേട്ടോ. നമ്മൾ കല്ല് നിരത്തിയിരിക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ ചെടി. സമ്മറിൽ എപ്പോഴും ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുമുറ്റത്ത് എപ്പോഴും ചെടി അത്യാവശ്യമാണ്. ഇതുപോലെ നല്ല വെയിലാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഇവിടെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അച്ചാച്ചനാണ് ചെടിയെല്ലാം നടത്തുന്നത് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ നല്ല സുന്ദരക്കുട്ടന്മാരായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഈ ചുമപ്പ് ആഴ്ചയിൽ ഞാൻ പറിച്ച് കളയാൻ വേണ്ടി വിചാരിച്ച ചെടിയാണ്. പക്ഷെ പൂവുണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി. പിന്നെ അതുപോലെ ഇതൊക്കെ ഞാൻ നേരത്തെ പഴയ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് മേടിച്ച ഈ ചെടിയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ജമന്തി കണ്ടില്ലേ, ഇതിന് 2-3 ദിവസത്തിനുള്ളിൽ ഇത് പൂ കായ്ക്കും കേട്ടോ. അങ്ങനെ 3 ബാസ്ക്കറ്റാണ് മേടിച്ചത്. അപ്പം നമ്മൾ ഇവിടെ കുറേ നട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 2 നട്ടു. അപ്പോൾ ഇത് നടന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അച്ചാച്ചനാണ് ഇരുന്ന് എല്ലാം ചെയ്യുന്നത്. പുള്ളിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഈ നീലച്ചെടി കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൻ്ററിൻ്റെ സമയത്ത് പറിച്ച് കളയാൻ വേണ്ടി വിചാരിച്ച ചെടിയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടോ. അതുപോലെ ഇത് അല്ലേ അച്ഛാ, ഇതൊക്കെ ഞാൻ പറിച്ച് കളയാൻ വേണ്ടി വിചാരിച്ച ചെടിയാണ്. ഇതിനകത്ത് പൂവൊന്നും ഉണ്ടായില്ലെന്നാണ് എൻ്റെ വിചാരം കേട്ടോ, വിചാരിച്ചിരുന്നത്. പക്ഷേ നല്ല പൂക്കളാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. ഇതാണ്ടേ അച്ചാച്ചൻ ദൈവനുസരിച്ച് നല്ല കൈപ്പുണ്യാണ്. ഏത് ചെടി വെച്ച് കഴിഞ്ഞാലും ചെടി അന്നേരം നന്നായിട്ട് വളർന്നു വരും കേട്ടോ. കണ്ടോ, നമ്മുടെ കമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പേരുള്ള ഈ ചെടിയാണ് കേട്ടോ. ഈ പിങ്ക് നല്ല ചെടിയാണ്. ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും വലിയ നല്ല ഹൈറ്റ് വെക്കും കേട്ടോ. ഇതിൻ്റെ പല കളർ നമുക്ക് മേടിക്കാൻ കിട്ടും. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ പല കളറുണ്ട് കേട്ടോ. എനിക്ക് ഈ ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാലാവസ്ഥയാണ് ആയതുകൊണ്ട് ചെടിയും നന്നായിട്ടൊക്കെ വളർന്നു വരും. ഇത് നമ്മുടെ റോസാണ് കേട്ടോ. ഇതിന് ശേഷം ഈ ഇടയ്ക്ക് മേടിച്ച റോസയാണ് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് പിള്ളേർ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇതുണ്ടോ, ഗാർഡനിൽ വെക്കുന്ന ടോയ്സ് പോലത്തെ. അപ്പോൾ നമ്മുടെ ചെടി നടൽ ചടങ്ങ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വീണ് നടക്കുന്ന ചെടീനെയൊക്കെ നമ്മൾ ഇനി കെട്ടിവെക്കാൻ പോവുകയാണ് കേട്ടോ. ഈ കോലൽ
എന്തുമാത്രം പൂക്കളല്ലേ, അടിപൊളി. ഇനിയിപ്പോൾ ഇവിടെയും കൂടെ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയെല്ലാം നമ്മൾ ചെടി വെക്കാൻ പോവാണ്. ഇവിടെ റോസയിലൊക്കെ മുട്ടിടുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, സമ്മറിൽ എന്താ പറയണ്ടേ, വീടിൻ്റെ മുറ്റത്ത് ചെടിയില്ലെങ്കിൽ ഒരു ഐശ്വര്യമില്ല. കാശ് ഇറങ്ങും കേട്ടോ, അത് സത്യമാണ്. ചെടിക്കൊക്കെ ഒരുമാതിരി എന്ന് വെച്ചാൽ ഒത്തിരി റേറ്റൊന്നും ഇല്ലല്ലോ, ആവശ്യത്തിന് റേറ്റ് ഉണ്ട്. ഇന്നിപ്പോൾ ഈ ജമന്തി മേടിച്ചതിന് 3 എണ്ണത്തിന് 7 പൗണ്ട് ആയി. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും മുറ്റത്ത് ചെടി നടലും കാര്യങ്ങളും ചെടി നടക്കാൻ പോകുന്നു, അങ്ങനത്തെ പരിപാടിയിലാട്ടോ. നല്ല വെയിലാണ്. നല്ല ചെടി നടലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്താ അടിപൊളിയായിട്ട് നമ്മുടെ ചെടിയെല്ലാം നമ്മൾ നല്ല സൂപ്പറായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ചെടി നടലെല്ലാം ഏകദേശം അവസാനിച്ചു കേട്ടോ. അപ്പം നമ്മൾ അവസാനം ചെടിക്ക് ഭൂമി നനയ്ക്കുകയാണ്, നമ്മൾ ചെടി നനയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് നനച്ചേ.